അസ്സലാമലൈക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈമൂൻസ് കിച്ചൺ. മൈമൂൻസ് കിച്ചൺ പുതിയതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാൻ അപ്പോൾ ഇടുന്ന വീഡിയോസൊക്കെയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ആരും മറക്കരുത്. നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി വെജിറ്റേറിയൻസിന് പ്രിയപ്പെട്ട ഒന്നാണ്. നോൺ വെജ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എന്നുള്ള പരാതിയുള്ള എല്ലാ വെജിറ്റേറിയൻസിനും ഞാനിന്ന് വെജിറ്റബിൾ കറിയാണ് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കാം. വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. അതുപോലെ നമുക്കിത് വേണമെങ്കിൽ ഡിന്നറിനായാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും സെർവ് ചെയ്യാം. ചപ്പാത്തി, റൊട്ടി അങ്ങനെയുള്ള ഏതിനോടൊപ്പവും നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. അതുപോലെ തന്നെ ഇത് പ്രവാസികൾക്ക് പ്രത്യേകിച്ചും ബാച്ചിലേഴ്സിന് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ നമുക്ക് ഈ സിമ്പിൾ വെജിറ്റബിൾ കറി ഉണ്ടാക്കുന്നതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പം കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു പൊട്ടാറ്റോ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. 2 ക്യാരറ്റ് വേണം, 2 തക്കാളി വേണം, പിന്നെ വേണ്ടത് ഒരു സവാള വലുതാണ് ഞാൻ എടുത്തത്, കുറച്ച് ബീൻസ്, ഒരു 2-3 ബീൻസ് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ കുറച്ച് പച്ചച്ചീര ഉണ്ടായിരുന്നു. അത് ഞാനിപ്പം കുറച്ച് തണ്ടോട് കൂടി ഒരു 3-4 എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് എരിവിന് വേണ്ടി ഒരു 3-4 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4-5 വെളുത്തുള്ളി എടുക്കാം. ആവശ്യത്തിനുള്ള കറിവേപ്പില, മല്ലിയില എന്നിവ എടുക്കാം. ഇനിയിപ്പം വെജിറ്റബിൾസ് ഓരോന്നായി നമുക്ക് അരിഞ്ഞെടുക്കാം. ഒരുപാട് വലിയ പീസാക്കാതെ ചെറിയ ചെറിയ പീസാക്കി ക്യാരറ്റും പൊട്ടാറ്റോവും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചെടുക്കുന്നില്ല, അരിഞ്ഞാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അരിഞ്ഞെടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും, ചതച്ചെടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ സവാള അരിഞ്ഞ് വെക്കാം, തക്കാളി അരിഞ്ഞ് വെക്കാം. അങ്ങനെ വെജിറ്റബിൾസൊക്കെ ഞാനിപ്പം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പം ഞാനിപ്പം കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കർ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കണം. എളുപ്പം വഴന്ന് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില എന്നിവ ഇട്ടിട്ട് ഒന്നുകൂടെ നന്നായി വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ ചെറുതായി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 2 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സാക്കി വഴറ്റി കൊടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2-3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കാം. മല്ലിപ്പൊടി കുറച്ച് അധികം നിന്നോട്ടെ, കാരണം ഇതൊരു മല്ലിയുടെ ടേസ്റ്റ് വരുന്നൊരു കറിയാണ്. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സാക്കി വഴറ്റിയെടുക്കാം. ഞാനിപ്പം കുക്കറിൽ വെക്കുന്നത് കൊണ്ട് തന്നെ സവാളയും തക്കാളിയും ഒന്നും ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കുന്നില്ല. ക്യാരറ്റും പൊട്ടാറ്റോയും ഒക്കെ വേവുന്ന സമയത്ത് തന്നെ ഈ സവാളയും തക്കാളിയും ഒക്കെ നന്നായി മാഷായി ഉടഞ്ഞു വന്നോളും. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റും പൊട്ടാറ്റോവും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ക്യാരറ്റും പൊട്ടാറ്റോവും മറ്റ് വെജിറ്റബിൾസിനെക്കാട്ടിലും കുറച്ച് വേവ് ഉണ്ടല്ലോ, അപ്പോൾ അതാദ്യം നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. അടുത്തത് ഇതിലേക്ക് ഞാനിപ്പം ബീൻസാണ് ചേർക്കുന്നത്. അതുപോലെ ചീരയുടെ തണ്ടും ചേർത്ത് കൊടുക്കാം, കാരണം അതൊന്ന് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം ചീരയുടെ തണ്ടും ഈ ബീൻസിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ചീരയുടെ ഇല അത്ര വേവൊന്നും ഇല്ലല്ലോ, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ലാസ്റ്റ് നമുക്ക് ഇതൊക്കെ വെന്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം ഒന്ന് നന്നായി ഇപ്പം മിക്സാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം മിക്സായി വന്നിട്ട് ഇതിലേക്ക് ഒരു 2-2.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഈ വെജിറ്റബിൾസ് മുങ്ങുന്ന കണക്കിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, എല്ലാം ഒന്നുകൂടെ മിക്സാക്കി എടുത്തിട്ട് അടച്ച് വെച്ചിട്ടൊരു 4-5 വിസിലിന് നമുക്ക് വേവിച്ചെടുക്കാം. ഓരോരുത്തരുടെയും കുക്കറിൻ്റെ ആ ഒരു വേവിൻ്റെ ടൈം എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ടൈം വെച്ചാൽ മതി കേട്ടോ. ഈ കുക്കറിന് എനിക്കിപ്പോൾ എന്തായാലും ഒരു 4-5 വിസിൽ മാക്സിമം വേണ്ടി വരും. അപ്പോൾ കുക്കർ ഇപ്പോൾ ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു 3-4 വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസ് വെന്തിട്ടുണ്ടാവും. ഞാനിപ്പം കുക്കറിൽ വെക്കുന്നത് കൊണ്ടാണ് സവാളയും തക്കാളിയും ഒന്നും ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കാത്തത് കേട്ടോ. കാരണം എല്ലാ വെജിറ്റബിൾസും വേവുന്ന കൂട്ടത്തിൽ സവാളയും തക്കാളിയും ഉടഞ്ഞു കിട്ടും. അല്ലാതെ നമ്മളിപ്പം നോൺ സ്റ്റിക്കിലോ അല്ലെങ്കിൽ ചട്ടിയിലോ ഒക്കെ ഈ കറി വെക്കുന്നുണ്ടെങ്കിൽ ആദ്യം സവാളയും തക്കാളിയും നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള വെജിറ്റബിൾസും മസാലപ്പൊടികളൊക്കെ ചേർക്കാവൂ. ഇപ്പോൾ ഒരു 5 വിസിലിന് ശേഷം പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ കുക്കറിൻ്റെ മൂടി തുറന്നത്. കറിയൊക്കെ നന്നായി വന്നിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെയും വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് പൊട്ടാറ്റോ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഈ കറിക്കൊരു തിക്നെസ് ഉണ്ടാവും. അല്ലാതെ നമുക്ക് ഇതുപോലെ പീസസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചാലും മതി. ഞാനിപ്പം ഉടച്ചെടുക്കുന്നില്ല കേട്ടോ.
ഇതിലേക്ക് ഇപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്, അതും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പച്ചച്ചീരയുടെ ഇല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഒരു വിസിലിൻ്റെ കൂടെ നമുക്ക് ഈ കുക്കർ അടച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതോടെ നമ്മുടെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കടുക് താളിച്ചൊഴിക്കാം, അല്ലെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ ഈ കറി വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂലേ. ബിഗിനേഴ്സിനായാലും ബാച്ചിലേഴ്സിനായാലും അല്ലാത്തവർക്കായാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയാണിത്. അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് അഭിപ്രായം പറയുകയും ചെയ്യണം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കൂലല്ലോ അല്ലേ. അതുപോലെ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഇത് കണ്ടിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെയും മെയിലിലൂടെയും എന്നെ അറിയിക്കണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.